ഹലോ ഗായ്സ്, വെൽക്കം ടു കൃഷ്ണാസ് വ്ളോഗ്സ്. ഞങ്ങളിപ്പോൾ പോണത് നമ്മുടെ ചാവക്കാടുള്ള ഫാമിൽ കാണാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ഫുഡ് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പൊതിച്ചോറാക്കിയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊരു സൈഡ് ഒതുക്കിയിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. അതിന് ശേഷം നമ്മൾ ഫാമിലിയുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ കറക്റ്റ് ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ട് കയറാം. അവിടെ നല്ല എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും പോകാൻ പറ്റിയതാണ് കേട്ടോ. ഒരാൾക്ക് 200 രൂപ വരുള്ളൂ. കുഞ്ഞു കുട്ടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ കയറുന്ന എൻട്രൻസിൽ തന്നെ നമുക്കൊരു ഒട്ടകത്തിന് കാണാം. പിന്നെ അവിടെ നമുക്ക് ഓരോന്നിനും ഫീഡ് ചെയ്യാനൊക്കെ അവർ അവിടെ നിന്ന് തരും. അപ്പോൾ ഒട്ടകത്തിന് അവിടെ കുറേ ആൾക്കാർ ഇലയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിലുള്ള പയ്യൻ ഓരോ സ്ഥലത്തും ഓരോ സെക്ഷനിലും കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ എന്തിനേലും ഫുഡൊക്കെ കൊടുക്കണമെങ്കിൽ തരാനായിട്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു, തണലൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒട്ടകത്തിന് കൊടുത്തതിന് ശേഷം കുതിരയുടെ അടുത്തേക്ക് പോണ്. സത്യം പറഞ്ഞാൽ ഒക്കത്തിന് ഇങ്ങനെ കൊടുക്കുമ്പോൾ പേടിയൊക്കെ ഉണ്ട്, എന്നാലും അതൊരു രസമാണല്ലോ. അപ്പോൾ അങ്ങനെ കുതിരയ്ക്കും കൊടുത്ത ഒറ്റങ്ങളൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. അങ്ങനെ വലിയ പുലി, കടുവ അങ്ങനത്തെ മൃഗങ്ങളൊന്നുമില്ല നമുക്ക് കാണാനും. നമ്മളായിട്ട് ഇണങ്ങണ മൃഗങ്ങളൊക്കെ തന്നെ അവിടെ ഉള്ളൂ. അപ്പോൾ കുതിരേനൊക്കെ ഉണ്ണിനെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പതുക്കെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവിടെ ചെന്നപ്പോൾ പേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കിയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു അരയന്നെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവളതൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഊഞ്ഞാലാടാന്ന് വെച്ച് ചെന്നിട്ട് ഫാമിലിയായിട്ട് ഊഞ്ഞാലാടാനിരുന്നു കേട്ടോ. അപ്പം അപ്പോഴും ഉണ്ണിക്ക് പറഞ്ഞു എനിക്ക് പേടിയാവുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നും ചാടി ഇറങ്ങി. അതിനെക്കൊണ്ട് ഞാൻ തോറ്റു. ഈ കണ്ണുപോഹ പോലെ എന്താണെന്ന് എനിക്ക് മനസ്സിലായ, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അതൊരു വെള്ളം സ്പ്രേ ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു. വെള്ളത്തിൻ്റെ ഒരു തന്നെയാണ്. പിന്നെ ഈ ഇരിക്കുന്ന ഒരു ജീവി അണ്ണാനാണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് അറിയില്ല. ഏകദേശം അണ്ണാൻ്റെ പോലെയൊക്കെ തന്നെ ഉണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കിളികളും ഇതൊക്കെയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുഞ്ഞു കിളികൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ കയ്യിൽ മേത്തും തലയിലൊക്കെ വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്കത് വെച്ചാൽ കാണാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അത് കൊടുക്കാനൊക്കെ പേടിയാണ്. ചെറിയൊരു പേടി കൊത്തോന്നൊക്കെ ഉണ്ട്, പക്ഷെ കൊത്തില്ല. എന്നാലും ചെറുതായിട്ടൊരു ഉൾഭയം. എന്നിട്ട് ഞങ്ങളതൊക്കെ കണ്ടതിന് ശേഷം ചേട്ടനെടുത്തിട്ട് ഒക്കെ ഫുഡൊക്കെ കൊടുത്തിരുന്നു. ഞങ്ങൾ ഉള്ളിൽ കയറി കണ്ടു കിളികളൊക്കെ. പിന്നെ സൈഡിൽ നമ്മൾ നോക്കിയ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു, ഒട്ടകപ്പക്ഷി. പിന്നെ ഇവിടെ ഒരു തത്തമ്മ. അപ്പോൾ ഉണ്ണിക്ക് അതൊക്കെ കാണിച്ചെടുക്കുന്നു. ഒട്ടകപ്പക്ഷി ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കണ്ട. ആ ഒട്ടകപ്പക്ഷിക്കൊന്നും നമുക്ക് ഫുഡൊന്നും കൊടുക്കാൻ തരില്ല, കാരണം ചിലപ്പോൾ ഡേഞ്ചറായിരിക്കും, അറിഞ്ഞൂടാ. അങ്ങനത്തെ അതിനൊന്നും ഫുഡില്ല കൊടുക്കാനായിട്ട്. പിന്നെയാണ് അവിടെ ഒരു പൂച്ച, ഒരു ഗുണ്ടുമണി പൂച്ചേനെ കണ്ടത്. അപ്പോൾ ചേട്ടൻ അതിനൊക്കത്തിനും എടുക്കാൻ വലിയ ഇഷ്ടം. അതും പോരാഞ്ഞിട്ട് അടുത്തേനെ എടുത്ത് വന്ന് പിന്നെയാണ് ഈ പരമശിവൻ കളിക്കണം നിന്നിട്ട് പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തിലിട്ടിട്ട്. അതിനൊന്നിനും പേടില്ല. അതൊക്കെ കഴിഞ്ഞ് കുറേ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കുട്ടികളെ എൻജോയ് ചെയ്യാനായിട്ടൊരു പാർക്ക് ഉണ്ട് കേട്ടോ ഉള്ളിൽ തന്നെ. അപ്പോൾ ഉണ്ണീനെ അങ്ങോട്ട് പാർക്കിലേക്ക് വിട്ട് കളിക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഉണ്ട് ചുറ്റി കാണാൻ. നമുക്ക് ടൈം ലിമിറ്റോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അവിടെ. ഫാമിലി നമുക്ക് എൻജോയ് ചെയ്യാം, കാരണം കുട്ടികൾക്ക് പാർക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു.